ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ബോർഡർ ഡിസൈൻ വരയ്ക്കുന്നതും അതേമാതിരി ഓൾ ഓവർ ആയിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം ഇതിന് വേണ്ടിയിട്ട് ഓൾ ഓവർ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ ഓൾ ഓവർ ഇങ്ങനെ ഇതേമാതിരി റിപ്പീറ്റഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് എന്നെല്ലാം ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തേൽ കാണിക്കുന്നത്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സോ ഞാൻ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 5 ഇഞ്ച് വരുന്ന രീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഞാനൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. കാരണം ഞാനൊരു 5 ഇഞ്ച് വീതിയിലായിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 5 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ഒരു മോട്ടീഫ്. സോ അതിനകത്ത് ഈ ഒരു രീതിയിലാണ് ഞാൻ അതിൻ്റെ ഒരു ഹൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇതിനുള്ളിലുള്ള ഒരു ഫ്ലവർ ഞാനൊന്ന് വരയ്ക്കുകയാണ്. ഇത് ഞാൻ തെപ്ചി വർക്കോ അല്ലെങ്കിൽ ചിക്കൻ കാരി വർക്കിൻ്റെ ഏതെങ്കിലും ഒരു ഇതായിട്ട് ചെയ്യാൻ, തെപ്ചിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡിസൈൻ വർക്ക് ചെയ്യണം, ചിക്കൻ കാരി വർക്ക് ചെയ്യാനായിട്ട് വരയ്ക്കുന്നതാണ്. നമുക്ക് വേറെ ഏതെങ്കിലും എംബ്രോയ്ഡറി സ്റ്റൈൽ ഓഫ് എംബ്രോയ്ഡറി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. ഇത് സാരിയിൽ ബോർഡറായിട്ടും ഓൾ ഓവർ ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഇനിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഉടനെ കാണില്ല കേട്ടോ, കാരണം കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും. പക്ഷേ ഈ ഡിസൈൻ ഞാൻ എങ്ങനെ വരച്ചിരിക്കുന്നതുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഒരു ഡിസൈൻ വരയ്ക്കുന്നത് എന്നുള്ളത്. ഇത് പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വരച്ചിരിക്കുന്നത്. പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ ഇതേമാതിരി ഒരു ഏകദേശം ഇതേമാതിരി വരുന്ന രീതിയിൽ ഒരു സാരിയുടെ ഒരു ഡിസൈൻ കണ്ടിരുന്നു. സോ അത് റെഫറൻസ് എടുത്തിട്ടാണ് ഞാനിതിങ്ങനെ വരയ്ക്കുന്നത്. സോ ഇതേപോലെ എടുത്തിട്ട് ഒരെണ്ണം വരച്ചിട്ട് പിന്നെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാം വരയ്ക്കുന്നത്. എപ്പോഴും ഞാൻ ഇതേമാതിരി ഒരെണ്ണം ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ടൊന്ന് വരച്ചെടുക്കുക ചെയ്യുക. അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു ട്രേസിങ് ഷീറ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇതൊന്ന് ഡാർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ട്രേസിങ് ഷീറ്റിലേക്ക് ഞാനൊന്ന് ഒരു സ്കെച്ച് വെച്ച് വരച്ചെടുക്കും. കാരണം ഒന്നും കൂടി വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ് പേപ്പറിൽ ആദ്യത്തെ വരച്ചിട്ട് ഒന്ന് സ്കെച്ച് വെച്ച് അതൊന്ന് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാലും മതിയാകും. നന്നായിട്ടൊന്ന് ഡാർക്കാക്കി ഒരെണ്ണം വരച്ച് വെക്കുക. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഈ ഒരൊറ്റ മോട്ടിഫായിട്ട് ഒരെണ്ണം എനിക്കൊന്ന് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കണമെന്നില്ല, നമ്മളൊരു കട്ടി പേപ്പറിൽ ഇപ്പോൾ താഴെ വെച്ചിരിക്കുന്ന ആ പേപ്പറിൽ തന്നെ വരച്ചിരിക്കുന്നതിൽ ഒന്ന് എന്താ പറയുക, നല്ല ഡാർക്കായിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതിയാകും. സോ ഞാൻ ഇതിനകത്ത് ബോർഡർ വരയ്ക്കുകയാണ്. ബോർഡർ വരയ്ക്കാനായിട്ട് കുറച്ചൊന്ന് ഞാനൊന്ന് മാറ്റി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ഇഞ്ച് മാറ്റി ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ഡിസൈൻ കൂടി ചെയ്യാനുള്ളതുകൊണ്ട്. അതിനുശേഷം നോക്കുക, ഈ ഒരു മോട്ടിഫ് ഇത് നമ്മൾ ഒരെണ്ണം വരച്ചത് താഴെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഞാനിതിങ്ങനെ വരയ്ക്കുകയാണ്. ഒരെണ്ണം നമ്മളിങ്ങനെ വരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ സെയിം സിമെട്രിക്കലായിട്ട് സെയിം ആയിട്ട് നമുക്ക് എല്ലായിടത്തും ഈക്വലി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒന്ന് വരച്ചത് ഫ്രീ ഹാൻഡായിട്ടാണ്, ബാക്കിയെല്ലാം പിന്നെ അങ്ങനെ വരച്ചാൽ പോരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കറക്റ്റ് അളവിലും കറക്റ്റ് രീതിയിലും നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ശേഷം നോക്കുക, ഇതേമാതിരി ഞാനൊന്ന് തിരിച്ച് വെച്ചു, ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട് ഇനി അടുത്ത ഡിസൈൻ വരയ്ക്കുകയാണ്. സെയിം നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ഇത് തന്നെ ഒന്നും കൂടി തിരിച്ചിങ്ങോട്ട് വെച്ചിട്ടാണ് ഞാൻ അടുത്തത് വരയ്ക്കുന്നത്. ഇത് ഏകദേശം ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ചോളം നല്ല രീതിയിൽ വീതിയുള്ളൊരു ബോർഡർ ആയിരിക്കും വരിക. ഇച്ചിരി വീതിയായിട്ടുള്ളൊരു ബോർഡർ, എന്നാൽ കുറച്ച് ഈസി ആയിട്ട്, അതായത് 6 ഇഞ്ച് വീതിയുള്ളൊരു ബോർഡർ ചെയ്യുന്ന ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടാവില്ല. കാരണം നല്ല ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൊരു ഡിസൈൻ ആണല്ലോ. എന്നാൽ നല്ലൊരു എന്താ പറയുക, ആ ഒരു ഡിസൈൻ കുറച്ച് നല്ല വീതിയായിട്ട് നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ലുക്കായിരിക്കും. ചെറിയ വീതി ബോർഡർ അല്ല, കുറച്ച് ഹെവി ബോർഡർ ഇതാണ്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ അത്ര
ആ ഒരു വീതിക്കുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. സോ അതേമാതിരി നോക്കുക, ഇതേമാതിരി റിപ്പീറ്റായിട്ട് മുകളിലോട്ട് ഞാൻ വെച്ച് വരച്ച് പോവുകയാണ്. ഒന്നിങ്ങോട്ടേക്കും ഒന്ന് മുകളിലോട്ടും, ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലോട്ടും ആയിട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇതേപോലെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാനൊരു ഡിസൈൻ കൂടി ചെയ്യുന്നുണ്ട്. അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ വരയ്ക്കുന്നത് എടുക്കുന്നത്. നോക്കുക, ഇനി ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതേപോലെ ആ ഗ്യാപ്പ് ഒന്ന് കവർ ആവാനായിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഗ്യാപ്പിൽ നമ്മൾ അതേമാതിരി കൊടുക്കുകയാണ്. നമ്മൾ ആ ബോർഡർ ഫോൾഡ് ചെയ്തിരിക്കുന്നതിനകത്ത് വന്ന് ടച്ച് ചെയ്യുന്ന കറക്റ്റ് ആ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ അതങ്ങനെ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു ബോർഡറും കൂടി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഞാൻ അതൊന്ന് നോക്കുക, ഇതേപോലെ ഞാൻ പെൻ വെച്ചിട്ടാണൊന്ന് വരച്ചിരിക്കുന്നത്. അതിന് ശേഷം ഏകദേശം ഒരു സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ജസ്റ്റ് പെൻ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരിത്, ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി ഡിസൈൻ വരയ്ക്കുന്നത് സ്കെച്ച് വെച്ചിട്ട് തന്നെയായിരിക്കും. 1 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലൊന്ന് 2 ലൈൻസ് ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. 3 ലൈൻസ് ഗ്യാപ്പ് ഓരോ സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നമ്മളൊരു എക്സ്ട്രാ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ആ ഡിസൈൻ തുടങ്ങിയത്. അതിനുശേഷം 4 സെൻറ്റിമീറ്റർ ഞാനൊന്നിങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഞാനിതിങ്ങനെ വരയ്ക്കുകയാണ്. നമുക്ക് വെറുതെ ഈ ആദ്യത്തെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നതിനകത്ത് ആ 4 സെൻറ്റിമീറ്റർ മാർക്ക്, സെക്കൻഡ് ലൈനിലാണ് കേട്ടോ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തത്. അപ്പോൾ ആ സെക്കൻഡ് ലൈനിൽ ഇതേമാതിരി നമ്മൾ ചെറിയ കർവായിട്ട് കൊടുക്കുക. ആ കർവിനകത്ത് അടുത്ത ലൈനിലേക്ക് 2 എണ്ണം ഇതേമാതിരി വരുന്ന രീതിയിൽ മുകളിലോട്ട് കുറച്ചൊന്ന് നീക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഞാൻ ഈ ബോർഡർ വരച്ചിരിക്കുന്നത്. സോ ബോർഡറിനൊരു മുകൾ ഭാഗം ഇങ്ങനൊരു രീതിയിൽ നിൽക്കും. ബോർഡറിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു ഡിസൈൻ വരുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. താഴെ തേര് ഭാഗത്തോടു കൂടി നമ്മൾ ആദ്യം വരച്ച ഡിസൈൻ വരും, ഇത് മുകളിലായിട്ട് വരും. സോ ഇതാണ് നമ്മളുടെ ബോർഡർ ഡിസൈൻ. ഇനി ഈ ബോർഡർ ഡിസൈൻ തന്നെ നോക്കുക, ഇതാണ് കേട്ടോ ബോർഡർ ഡിസൈൻ വരിക. ഇതേപോലെ ബോർഡറായിട്ട് അങ്ങ് പോകും. ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് താഴെയാണ്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. മുകളിലോട്ട് ഈ താഴെ വന്നിരിക്കുന്ന യു മാതിരിയുള്ളത് സാരിയുടെ മുകൾ ഭാഗത്തേക്കായിരിക്കും വരിക. ആ രീതിയിലാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് ഇനി ഈ ഒരു ഡിസൈൻ തന്നെ ഓൾ ഓവർ ദ ബോഡി, അതായത് ഇപ്പോൾ നമ്മളൊരു ചുരിദാർ ചെയ്യുകയാണ്, ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ചുരിദാർ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് വേണം. ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, സാരിയുടെയൊക്കെ ആണെങ്കിലും മുന്താണിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ സാരിയിൽ മൊത്തത്തിലായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ അങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനെ തന്നെ ആ രീതിയിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോർഡർ ഡിസൈൻ നമ്മൾ വരച്ചല്ലോ, ബോർഡർ ഡിസൈൻ തന്നെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഫുൾ ബോഡിയിലേക്ക് ഫുൾ ഓൾ ഓവർ ദ ഇതാക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഞാനിത് ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കുകയാണ്. സോ ഞാനിതിപ്പോൾ മൊത്തത്തിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്.
ഒരു പ്രാവശ്യം ഞാനിതൊന്ന് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിനെ തിരിച്ച് വെച്ചിട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ എക്സാക്ട്ലി സെയിം ആയിട്ടല്ല കേട്ടോ വയ്ക്കുന്നത്. ഈ ഒരു നമ്മൾ ഗ്യാപ്പുകളിൽ ഓരോരോ ഡിസൈൻസ് വരച്ചിട്ടുണ്ടല്ലോ, ആ ഗ്യാപ്പിലുള്ള ആ ഒരു ഡിസൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. ആ രീതിയിൽ വരാവുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് നോക്കുക, ഇതിൻ്റെ അകത്ത് ആ ഒരു സ്റ്റെമ്മിൻ്റെ പോർഷൻ അടുത്തത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കുക. സോ ഇതേപോലെ തന്നെ ഞാനിനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഗ്യാപ്പിലിരിക്കുന്നത് അങ്ങനെ വരുത്തുക. സോ അത് നമുക്കൊരു കംപ്ലീറ്റ് ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടും. അപ്പോൾ ഇതേപോലെ ഇതിന് നമ്മൾ വരച്ച അത്രയും ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ ഒരെണ്ണം വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇത്രയും ഒരു സെക്ഷൻ നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാനിപ്പോൾ ഇതിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാരിയിലേക്കോ അല്ലെങ്കിൽ ചുരിദാറിലേക്കോ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ട്രേസ് ചെയ്തിട്ട് ആ ഒരു ഡ്രസ്സിലേക്ക് വെച്ചിട്ട് ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡിസൈനാണല്ലോ, അത്രയും ഭാഗത്തിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. സോ അതുമാതിരി തന്നെ ഇങ്ങോട്ട് ഡ്രസ്സിലേക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇനിയൊരു ഡ്രസ്സിൽ ഞാൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇത് സാരിയിലോ അല്ലെങ്കിൽ ഏതിലാണോ ഞാനിത് ഓൾ ഓവർ ദ ഡിസൈനാണോ അല്ലെങ്കിൽ മറ്റേതിലേക്കാണെങ്കിലും ചെയ്യുമ്പോൾ സാരിയിലേക്ക് ട്രേസ് ചെയ്യുമ്പോഴോ സാരിയിലോ അല്ലെങ്കിൽ ചുരിദാറിലോ ഏതിലാണോ ഞാൻ ട്രേസ് ചെയ്യുന്നത്, ആ ട്രേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഓൾ ഓവർ ഇത് ചെയ്തിട്ടുള്ളൊരു ലുക്ക്. ഇതിനി റിപ്പീറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കിട്ടും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.